ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ചെയ്യാനുള്ളൊരു പ്ലാനാണ്. നമ്മളിവിടെ ഇന്ന് കിസ് ഡേ ആണല്ലോ ഗൈസ്. ഇതിപ്പോൾ ചിലപ്പോൾ ഞാൻ നാളെ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എന്നാ അപ്ലോഡ് ചെയ്യുന്നതൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ട് എനിക്ക് എവിടെ ചെന്നാലും കൂട്ടുകാരുണ്ട് ഗൈസ്. അപ്പം നമ്മളിന്ന് നല്ലൊരു വീഡിയോ എടുക്കാനുള്ളൊരു പ്ലാനാണ്. ഇങ്ങനെ നമ്മൾ എടുത്തിരിക്കും. ഇന്നത്തെ ഡേ എന്തുവാണെന്ന് അറിയാലോ, കിസ് ഡേ. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ എടുക്കാനാണ് പ്ലാൻ. അപ്പം ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. ഗൈസ്, അങ്ങനെ നമ്മളിപ്പം വഴി കൂടെ പോകുന്നവരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവരോട് എല്ലാം നമ്മളിന്ന് ചോദിക്കുവാണ് ഇന്നത്തെ ഡേയുടെ പ്രത്യേകത എന്തുവാണെന്ന് ചോദിക്കുവാണ്. നീ പറ ഇന്ന് കിസ് ഡേ അല്ലേ? അപ്പൊ കിസ് ഡേ പറ്റി ഒരു 2 വാക്ക് പറ. നീ കിസ് ഡേ നല്ല പരിപാടിയാണ്. ലൈൻ ഇല്ലാത്തവർക്ക് വിഷമം. താങ്കൾക്ക് ലൈൻ ഉണ്ടോ? എനിക്ക് ലൈൻ ഇല്ല. ഒരു ലൈൻ ആവണ്ടേ? ആവണമെന്ന് ആഗ്രഹമുണ്ട്. സിംഗിൾ ലൈഫ് ഈസ് ബെറ്റർ ബ്രോ. അപ്പൊ കീപ് ഗോയിങ് ഹാപ്പി. പ്രത്യേകത മാത്രം നീ പറഞ്ഞാൽ മതി. എന്നിട്ട് കിസ് കിട്ടിയാ നിനക്ക്? നമ്മുടെ ഫ്രണ്ടിലും ഒരു 3 പിള്ളേർ വരുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തുവെന്ന്. അവരോട് തന്നെ ഡയറക്റ്റ് നമുക്ക് ചോദിച്ചു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്, മറുപടി പറയാൻ പറ്റുമോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തുവാന്ന് അറിയോ? ആർക്കും അറിയില്ല. ഇന്ന് നാഷണൽ വുമൻസ് ഡേ ആണ്. ഗൈസ്, അങ്ങനെ അവർക്ക് മറുപടികളൊന്നും ഇല്ലാണ്ട് അവർ പോയി. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കൂല. ഇനിയിപ്പോൾ ആരാ ഇവിടെ വരുന്നത് അവരോട്? ഒരു കുട്ടി വരുന്നുണ്ട്, നമുക്ക് അവരോടൊന്ന് ചോദിക്കാം. ഗൈസ്, നമ്മുടെ ഫ്രണ്ടിലോട്ട് ഒരു കുട്ടി വരുന്നുണ്ട്. ഹലോ. നമ്മളൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തുവാണെന്ന് അറിയോ? യെസ്, നാഷണൽ വുമൻസ് ഡേ ആണ്. അതുകൂടാണ്ട് തന്നെ ഇന്നൊരു കിസ് ഡേയും കൂടാണ്. അപ്പം ഹാപ്പി അല്ലേ? ഫുഡൊക്കെ കഴിച്ചാ? സെറ്റ് അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ. അളിയാ മച്ചാന്മാരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തുവാന്നറിയോ നിങ്ങൾക്ക്? അറിയത്തില്ല ഗൈസ്, ഇന്ന് കിസ് ഡേ ആണ്. മനസ്സിലായോ? നിങ്ങളൊക്കെ സിംഗിൾസ് ആണോ അതോ കമ്മിറ്റഡ് ആണോ? അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും സിംഗിൾസ് ആവാനേ ചാൻസ് ഉള്ളൂ. കാരണം അളിയാ, കമ്മിറ്റഡ് ആയിട്ട് നിനക്കറിയില്ലേ ഇന്ന് കിസ് ഡേ ആണെന്ന്? അളിയാ, ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. അപ്പൊ കിസ് ഡേ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കണം. ഓക്കെ അല്ലേ? നിനക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? പെണ്ണില്ലാത്ത എന്നോട് തന്നെ വയ്ക്കണം. ഓ, അപ്പൊ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നിനക്ക് അറിയാം. എടാ, ഇവിടെ ഉള്ള മിക്ക ആൾക്കാരോടും നമ്മൾ ചോദിച്ചു. നിന്നോട് മാത്രം ചോദിക്കാണ്ടിരുന്നത് അത് മോശം. നിനക്ക് എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? അതെന്താണ്? അതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കിസ് ഡേ ആണെന്ന് പറഞ്ഞാൽ ചുംബന ദിവസം. പക്ഷെ ഇത് ലൈനുള്ളവർക്കൊക്കെ നല്ലൊരു സുഖമായിട്ടും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. പക്ഷെ നമ്മളെ സിംഗിൾസിന് നിനക്ക് അറിയാലോ, സിംഗിൾ ലൈഫ് ഈസ് ബെറ്റർ ലൈഫ്. അത്രേ ഉള്ളൂ. ബെറ്റർ ആണ്. പക്ഷെ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിലേ നമുക്കൊരു ചുംബനം കിസ് ഡേ അത് കുറച്ച് സ്പെഷ്യലാണ്. പക്ഷെ കുഴപ്പമില്ല, എല്ലാ ലൈനുള്ളവരും മാക്സിമം എൻജോയ് ചെയ്യുക. ഓക്കെ, ലൈൻ ഇല്ലാത്തൊരു എൻജോയ് ചെയ്യുക ഗൈസ്. ലൈൻ ഇല്ലാത്തവരും അത് കണ്ട് എൻജോയ് ചെയ്യുക. അതെ ഗൈസ്, നമ്മൾ എന്താണെങ്കിലും ഇതുകൂടെ പോകുന്ന ആരെ കണ്ടാലും നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ചോദിക്കും. ഇന്നിപ്പോൾ സാധാരണയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 2 പ്രത്യേകത ഉണ്ട്. ഇന്നൊന്ന് നാഷണൽ വുമൻസ് ഡേ ആണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ അത് കൂടാണ്ട് പിന്നുള്ളത് കിസ് ഡേ ആണ്. കിസ് ഡേ ഓൺലി ഫോർ ലവേഴ്സ് ആൻഡ് കപ്പിൾസ്. സിംഗിൾസിന് അതൊന്നൊരു അങ്ങനെയുണ്ട്. പക്ഷേ ആള് മാറി വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമാകും ഗൈസ്, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് എല്ലാവരോടും ചോദിച്ച് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം, എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അറിയോ? ആ മുഖം ഒന്ന് കാണിക്കോ, നോക്കട്ടെ. ഗൈസ്, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ആർക്കും അറിയില്ല? അപ്പൊ ഞാൻ പറയട്ടെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഗൈസ് നാഷണൽ വുമൻസ് ഡേ ആണ്. അതറിയൂല? സെർച്ച് ഗൂഗിളിട് കണ്ട ഗൈസ്. അതുപോലെ അറിയാത്ത പാവപ്പെട്ട എടാ, ഇന്ന് കിസ് ഡേ ആണെന്നെങ്കിലും അറിയോ നിനക്ക്? അതും അറിയൂല. നിനക്കറിയോ? ആര് വന്നു നിനക്ക്? പറ. വീട്ടിൽ നിന്നായിരിക്കും, അല്ലാണ്ട് ആര് തരാ നിനക്ക്? അപ്പം ഗൈസ്, ഇവര് നമ്മുടെ ഫ്രണ്ട്സാണ്, നമ്മുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സാണ് അല്ലേ. ടാറ്റാ ഗൈസ്. അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് പേരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് മിക്കവരും നല്ല രീതിക്ക് തന്നെ അതിൻ്റെ മറുപടി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യമാണ് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം. കിസ്
ഡേനെ പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി എല്ലാവരും കമന്റ് ബോക്സിൽ കൊടുക്കുക. ഓക്കെ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കിസ് ഡേ മാത്രമല്ല ഇന്ന് നാഷണൽ വുമൻസ് ഡേയും കൂടാണ്. നമ്മളത് പരിഗണിക്കണം. അപ്പം ഗൈസ് എല്ലാവർക്കും ഹാപ്പി നാഷണൽ വുമൻസ് ഡേ ആൻഡ് ഹാപ്പി കിസ് ഡേ ഓൾസോ. എൻജോയ് ഗൈസ്. ഓക്കെ ബൈ.